പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം. അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക് ഇന്നു മുതൽ നാം കടന്നു കഴിഞ്ഞു. ധാരാളക്കണക്കിൽ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും പാപങ്ങളും സംഭവിച്ചു പോയവരാണ് നാം. 3 തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം മഗ്ഫിറത്ത് തേടേണ്ടതുണ്ട്, തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. ഒന്നുകിൽ നിഷിദ്ധമായ കാര്യങ്ങൾ നാം ചെയ്തിരിക്കാം, ഹറാമായ പ്രവൃത്തികളിൽ പെട്ടുപോയിരിക്കാം, തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിരിക്കാം. അല്ലെങ്കിൽ അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ നമുക്ക് വീഴ്ച വന്നിരിക്കാം. നമസ്കാരത്തിന്റെ സമയങ്ങളിൽ നമസ്കരിക്കാൻ കഴിയാതിരിക്കൽ, പരിശുദ്ധ റമദാനിൽ നോമ്പിന്റെ കാര്യത്തിൽ വീഴ്ച സംഭവിക്കൽ, കച്ചവട വിഷയത്തിലും ഇടപാടുകളിലും ഒരുപാട് തകരാറുകൾ ഉണ്ടാവൽ, സാമ്പത്തികമായ കൊള്ളക്കൊടുക്കുകളിൽ അരുതാത്ത കാര്യങ്ങൾ ചെയ്തു പോകൽ, അങ്ങനെ തെറ്റുകൾ സംഭവിക്കാം. മൂന്നാമത്തെ രൂപം, നാം ചെയ്യുന്ന അമലുകളിൽ തന്നെ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിരിക്കാം. നോമ്പ് നോൽക്കുന്നു, നമസ്കരിക്കുന്നു, സക്കാത്ത് നൽകുന്നു, ഹജ്ജ് നിർവഹിക്കുന്നു, എല്ലാം ഉള്ളതോടൊപ്പം തന്നെ അറിഞ്ഞും അറിയാതെയും അതിലെല്ലാം പല വീഴ്ചകളും സംഭവിച്ചിരിക്കാം. ഈ 3 ഘടകങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂലോകത്തില്ല. ഇവർക്കെല്ലാം ഉള്ള ആശയും പ്രതീക്ഷയുമാണ് തൗബയും ഇസ്തിഗ്ഫാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തൗബയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, പശ്ചാത്താപം. ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. റമളാനിൽ മാത്രമല്ല, മറ്റ് സന്ദർഭങ്ങളിലും നാം അതിൽ വ്യാപൃതരാവേണ്ടതുണ്ട്. റമളാനിൽ പ്രാർത്ഥനകളും ദിക്റുകളും തൗബയും ഇസ്തിഗ്ഫാറുമെല്ലാം വർദ്ധിതമായ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നാം അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയണം. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത്, മനുഷ്യന് ഏറ്റവും സന്തോഷം നൽകുന്ന, പ്രത്യാശ നൽകുന്ന ആയത്ത് ഏതാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഖുർആൻ അഭിജ്ഞനായ അദ്ദേഹം നൽകിയ മറുപടി, പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണ് ഏറ്റവും അർജാ ആയത്തിൽ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂക്തം. ഖുൽ, നബിയെ താങ്കൾ പറയൂ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു പോയ, തെറ്റുകുറ്റങ്ങളിൽ അകപ്പെട്ടുപോയ എൻ്റെ ദാസന്മാരോട് താങ്കൾ പറയണം. തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ചെയ്തു പോയ വ്യക്തികളെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ദാസന്മാർ എന്നാണ് പറഞ്ഞത്. യാ ഇബാദിയല്ലദീന അസ്റഫു, തങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു പോയ എൻ്റെ അടിമകളോട് താങ്കൾ പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നു. ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത്. നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാനാകുന്നു അല്ലാഹു ആഗ്രഹിക്കുന്നത്. കരുണാവാരിധിയാണ് അല്ലാഹു.
പാപങ്ങൾ ചെയ്തു പോയ വ്യക്തിയുടെ മുമ്പിൽ തൗബയുടെ വാതിലുകൾ അല്ലാഹു തുറന്നിടുകയാണ്. വളരെ കൃത്യമായ നിർവചനങ്ങളും കൃത്യമായ ഒരുപാട് നിർദ്ദേശങ്ങളും ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നൽകിയിട്ടുണ്ട്. അല്ലാഹു സന്തോഷവാൻ. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ചെയ്തു പോകുന്ന മനുഷ്യൻ എത്രമാത്രം സന്തോഷവാനാണ് അല്ലാഹു അയാളെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തപിക്കുമ്പോൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഉദാഹരണം, ഒരാളിങ്ങനെ മരുഭൂമിയിലൂടെ തന്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. മരുഭൂമിയുടെ വിരിമാറിലൂടെ പകൽ മുഴുവൻ യാത്ര ചെയ്തു, വെയിൽ കൊണ്ടു, ഉഷ്ണമാണ്, കഠിനമായ ചൂടാണ്, എല്ലാം സഹിച്ച് വൈകുന്നേരമായപ്പോൾ തന്റെ ഒട്ടകത്തെയും മേയാൻ വിട്ട് അയാൾ ഒരു മരത്തണലിൽ ഇങ്ങനെ കൈ കൊടുത്ത് വിശ്രമിക്കുകയാണ്. ഉറങ്ങിപ്പോയി. ഉണർന്നെഴുന്നേറ്റ് നോക്കിയപ്പോൾ തന്റെ എല്ലാമായ ഒട്ടകത്തെ കാണാനില്ല. ആ ഒട്ടകത്തിന്റെ പുറത്താണ് അയാൾക്ക് ആവശ്യമുള്ള വെള്ളം, ഭക്ഷണം, വസ്ത്രം. അയാളുടെ ജീവിതം മുഴുവൻ ആ ഒട്ടകത്തിന്റെ മുതുകിലാണ്. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒട്ടകത്തെ കാണാനില്ല. ഒട്ടകം കൈമോശം വന്നിരിക്കുന്നു. അതെവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു. മണലാരണ്യത്തിലൂടെ ആ മനുഷ്യൻ ഒട്ടകത്തെയും തിരഞ്ഞ് കുറേ നേരം ചെലവഴിച്ചു. അങ്ങനെ സന്ധ്യയായപ്പോൾ, ഇരുട്ട് മൂടിയപ്പോൾ അയാൾ തിരികെ വന്ന് മരത്തണലിൽ തന്റെ കൈ തലക്ക് താഴെ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ഇനി മരണമാണ് ഗതി. വെള്ളമില്ല, ആഹാരമില്ല, വസ്ത്രമില്ല, പട്ടിണിയാണ്, ദാഹിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? ഇനി മരണമാണ് എനിക്ക് അഭയം. ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കൈ തലക്ക് വെച്ച അയാൾ മരണത്തെയും കാത്തുകൊണ്ട് കിടക്കുകയാണ്. ഏതോ സമയത്ത് അയാൾ ഉറങ്ങിപ്പോയി. അങ്ങനെ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തനിക്ക് കൈമോശം വന്നു, കൈവിട്ടു പോയി എന്ന് പറയുന്ന ഒട്ടകം തന്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ആ മനുഷ്യൻ സന്തോഷത്താൽ പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക. പടച്ചവനെ, ഞാനാണ് നിന്റെ രക്ഷിതാവ്, നീ എന്റെ ദാസനാണ്. മറിച്ചാണ് പറയേണ്ടത്, നീ എന്റെ നാഥനാണ്, ഞാൻ നിന്റെ ദാസനാണ് എന്ന് പറയേണ്ട മനുഷ്യൻ സന്തോഷാധിക്യത്താൽ പറയുന്ന വാക്കിന്റെ ഗൗരവം ബോധ്യപ്പെടാതെ, അല്ലാഹുവേ നീ എന്റെ ദാസനാണ്, ഞാൻ നിന്റെ രക്ഷിതാവാണ്. ഈ മനുഷ്യന് ഒട്ടകത്തെ കിട്ടിയപ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടായിരുന്നുവോ അതിനേക്കാളേറെ സന്തോഷമുണ്ട് അല്ലാഹുവിന് നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ. ആ ജീവിതമെല്ലാം ഒഴിവാക്കി സ്വർഗത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരുമ്പോൾ, തൗബയുടെ വഴി സ്വീകരിക്കുമ്പോൾ, പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ഒട്ടകത്തിന്റെ ഉടമക്കുണ്ടായ സന്തോഷമുണ്ട്. അതാണ് അല്ലാഹു. അതുകൊണ്ട് ആരും തങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും ദുഃഖിക്കാനോ ഖേദിക്കാനോ ഇടവരേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായ രൂപത്തിൽ പശ്ചാത്തപിക്കുന്നവരെ തീർച്ചയായും സ്വീകരിക്കും. തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ഒന്നടങ്കം അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായ രൂപത്തിൽ പശ്ചാത്തപിക്കണം. പശ്ചാത്താപത്തിന് 3 നിബന്ധനകളുണ്ട്. അല്ലാഹു തൗബ സ്വീകരിക്കാൻ 3 നിബന്ധനകൾ. ഒന്ന്, ചെയ്തു പോയ തെറ്റിൽ ആത്മാർത്ഥമായ ദുഃഖമുണ്ടാകും. രണ്ടാമത്തേത്, ചെയ്യുന്ന തെറ്റിൽ നിന്നും കംപ്ലീറ്റ് പൂർണ്ണമായ രൂപത്തിൽ വിരമിച്ചുകൊണ്ടായിരിക്കണം തൗബ ചെയ്യേണ്ടത്. മൂന്നാമത്, ഒരിക്കലും ആ തെറ്റ് ഇനി മേലിൽ ആവർത്തിക്കയില്ല എന്നുള്ള ഉറപ്പ് അയാൾക്കുണ്ടാവണം. നാലാമത്തെ ഒരു നിബന്ധന, അല്ലാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇങ്ങനെ തൗബ. അത് മതി. അല്ലാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ, നോമ്പിന്റെ കാര്യത്തിൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയത്തിലൊക്കെ വീഴ്ച വന്നാൽ ഇങ്ങനെ മതി. പക്ഷേ ജനങ്ങളുമായുള്ള ബന്ധത്തിലാണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കണം ആദ്യം.
ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ ആ കടം വീട്ടണം എന്നതിന് വേണ്ടി ശേഷമാവണം നമ്മൾ പശ്ചാത്തലിക്കേണ്ടത്. ആരെയെങ്കിലും നമ്മൾ നാവ് കൊണ്ടോ വാക്കുകൊണ്ടോ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പോയി ക്ഷമാപണം നടത്തി മാപ്പിരക്കണം. അതിനുശേഷമാണ് തൗബ ചെയ്യേണ്ടത്. അള്ളാഹുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് 3 നിബന്ധനകൾ മതി. പക്ഷേ മനുഷ്യരുമായുള്ള ഇടപാടുകളിലാണ് വീഴ്ചയെങ്കിൽ 4ാമത്തെ നിബന്ധന പാലിക്കണമെന്ന് വെച്ചാൽ ആ വ്യക്തിയോട് പൊരുത്തപ്പെടുത്തതിന് ശേഷമാണ് നിങ്ങൾ തൗബ ചെയ്യേണ്ടത്. ഈ നിബന്ധനകൾ പാലിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിക്കും. അല്ലാഹുവിന് നമ്മോട് എത്രത്തോളം കാരുണ്യമുണ്ടെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ പറഞ്ഞു, മദീനയിലെ പള്ളിയുടെ അങ്കണത്തിൽ തടവുകാരായ ആളുകളെ കൊണ്ടുവന്നപ്പോൾ ഒരു സ്ത്രീ ഈ കാണുന്ന കുഞ്ഞുങ്ങളെ എല്ലാം മാറോടടക്കി പിടിച്ച് ഉമ്മ വെക്കുന്നു, ലാളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിക്കുന്നു, അറഅയ്തും ഇന്നഹാ താരിഹത്തുൻ വലദഹാ ഇലന്നാർ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സ്ത്രീ തീയിലേക്ക് തന്റെ കുഞ്ഞിനെ വലിച്ചെറിയുമെന്ന്? ഒരഗ്നികുണ്ഡത്തിലേക്ക് ഈ സ്ത്രീ തന്റെ അരുമയായ കുഞ്ഞിനെ വലിച്ചെറിയും എന്ന് തോന്നുന്നുണ്ടോ? യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ കാണുമ്പോൾ കുഞ്ഞിനെ ഓർത്ത് കാണുന്ന കുഞ്ഞുങ്ങളെയെല്ലാം വാത്സല്യത്തോടുകൂടി മാറോടടക്കി പിടിച്ചിരിക്കുന്ന ഉമ്മയെ ചൂണ്ടിക്കൊണ്ട് റസൂൽ പറയുന്നു, ഈ വാത്സല്യത്തോടുകൂടി പെരുമാറുന്ന ഉമ്മ തന്റെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമോ? സഹാബിമാർ പറഞ്ഞു, വാത്സല്യമുള്ള ഒരു ഉമ്മക്കും അത് സാധ്യമല്ല റസൂലേ. അപ്പോൾ തിരുമേനി പറയുകയാണ്, ലല്ലാഹു അർഹമു ബിഹാദിഹി മിൻ വലദിഹാ, ഈ കുഞ്ഞിന് ഈ തള്ളക്ക് തന്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ ഏറെ സ്നേഹം, വാത്സല്യം, കരുണ, ആർദ്രത, അലിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തന്റെ ദാസന്മാരോട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുകയില്ല. ഏതെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ അവരെ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടിയാകുന്നു അല്ലാഹു വഴിയൊരുക്കുക. ഇതാണ് അല്ലാഹുവിന്റെ രീതി. ഇന്നല്ലാഹ യഖ്ബലു തൗബത അബ്ദിഹി മാ ലം യുഗർഗിർ. യുഗർഗിർ എന്ന് പറഞ്ഞാൽ ശ്വാസത്തിന്റെ സക്കറാത്തിന്റെ അവസാന ഘട്ടത്തിൽ ഊർജ്ജശ്വാസം വലിക്കുന്ന സമയമുണ്ടല്ലോ, ശ്വാസം കിട്ടാതെ കണ്ട് പ്രയാസപ്പെടുന്ന ഒരു സമയം. ആ സമയത്തേക്ക് നിങ്ങൾ തൗബ നീട്ടിവെക്കരുത്. തൗബ അതിന് മുമ്പ് ചെയ്തിരിക്കും. പശ്ചാത്താപങ്ങളെല്ലാം അതിന് മുമ്പായി. മരണത്തിന്റെ അവസാന സമയത്തേക്ക് അത് നീട്ടിവെക്കുവാൻ പാടില്ല എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലാണ് പെരുമാറുക. തൗബയുടെ വാതിൽ അല്ലാഹു ഒരിക്കലും കൊട്ടിയടക്കുകയില്ല. ഒരു സ്ത്രീ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറയുന്നു, ജുഹൈന ഗോത്രത്തിലെ ഒരു സ്ത്രീ, റസൂലേ, ഞാൻ വ്യഭിചരിച്ചു, എന്നിൽ അല്ലാഹുവിന്റെ ശിക്ഷ നടപ്പാക്കണം അങ്ങ്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു, എറിഞ്ഞു കൊല്ലുകയാണ് ശിക്ഷ. വിവാഹിതയായ സ്ത്രീയാണ് വ്യഭിചരിച്ചത് എങ്കിൽ. നബി തിരുമേനി മുഖം തിരിച്ചു. വീണ്ടും ആ സ്ത്രീ വന്നുകൊണ്ട് പറയുന്നു, റസൂലേ, എന്നെ ശുദ്ധീകരിക്കണം, തഹ്കിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണം. റസൂൽ തിരുമേനി വീണ്ടും മുഖം തിരിച്ചു. കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഈ സ്ത്രീക്ക് വല്ല ചിത്തഭ്രമവും ഉണ്ടോ? തിരുമേനിയോട് ആ സ്ത്രീ പറയുന്നു, എനിക്ക് മാനസികമായ ഒരു പ്രശ്നവുമില്ല. തൗബ ചെയ്ത് ശിക്ഷ ഏറ്റുവാങ്ങി തൗബ ചെയ്ത് അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ശുദ്ധമായ ശരീരവും മനസ്സുമായി കൊണ്ട് ചെല്ലണം. അതാണ് എന്റെ ആഗ്രഹം റസൂലെ, അത് നടത്തിത്തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരോട് പറയുന്നു, നീ പോയി വരൂ, പ്രസവിച്ചിട്ട് തിരിച്ചു വരൂ. പ്രസവിച്ചിട്ട് തിരിച്ചു വരൂ. കുഞ്ഞൊരു കുറ്റവും ചെയ്തില്ലല്ലോ. അങ്ങനെ പ്രസവിച്ച് ആ സ്ത്രീ തിരിച്ചു വന്നു, കുഞ്ഞിനെയും ഒക്കത്ത് വെച്ച്. സഹീഹായ ഹദീസാണ്, നടന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, കുഞ്ഞിന്റെ മുലകുടി മാറിയിട്ട് വരും. കുഞ്ഞിന്റെ മുലകുടി മാറിയിട്ട് വന്നാൽ മതി. അങ്ങനെ സ്ത്രീ എന്ത് ചെയ്തു? കുഞ്ഞിന്റെ മുലകുടി മാറിയിട്ട് വന്നു. മുലകുടി മാറി എന്ന് ബോധ്യപ്പെടുത്താൻ കയ്യിൽ ഒരു റൊട്ടിക്കഷ്ണവും പിടിപ്പിച്ചാണ് വരുന്നത് കുഞ്ഞിന്റെ. അങ്ങനെ ആ സ്ത്രീയെ
മരുഭൂമിയിലെ ഒരിടത്ത് കൊണ്ടുപോയി കുഴി കുഴിച്ച് എറിഞ്ഞു കൊല്ലുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു, ശിക്ഷാരീതി നടപ്പിലാക്കാൻ. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് രക്തം ചീറ്റിത്തെറിച്ചപ്പോൾ അദ്ദേഹം ആ പെണ്ണിനെ ശപിച്ചു. നബി തിരുമേനി പറഞ്ഞു, ലാത്തിൽ അനൂഹ, അവളെ നിങ്ങൾ ശപിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച, റസൂലേ, വ്യഭിചരിച്ച ഒരു പെണ്ണ് ഈ രൂപത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിനുവേണ്ടി അങ്ങ് മയ്യത്ത് നമസ്കരിക്കുകയാണോ, ജനാസ നമസ്കരിക്കുകയാണോ അങ്ങ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഉമറേ, ലോകത്ത് ഇതിനേക്കാൾ നല്ല ഒരു തൗബ, ഒരു പശ്ചാത്താപം ഒരു വ്യക്തിക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ലഖദ് ജാദത് നഫ്സഹ, തന്റെ ജീവനും ദേഹവും ദേഹിയും അള്ളാഹുവിന് വേണ്ടി കൊടുത്തുകൊണ്ടാണ് സ്ത്രീ പോയത്. മദീനയിലുള്ള 70 സത്യവിശ്വാസികൾക്കിടയിൽ വീടിച്ചാലും ആ തൗബ ബാക്കിയായിരിക്കും. നോക്കണം, അത്രയും വലിയൊരു തൗബയാണ് ആ സ്ത്രീ ചെയ്തത്. കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സ്ത്രീ സ്വർഗത്തിലേക്കാണ് പോയത്. ഇതാണ് തൗബയുടെ ആത്മാർത്ഥമായ രൂപം ഇസ്ലാം കാണിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ തീർച്ചയായും പൊറുക്കും. ഒരിക്കൽ തിരുമേനി പറഞ്ഞു, നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളെങ്ങാനും പാപങ്ങളും തെറ്റുകളും ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ മാറ്റിക്കളയും. എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്യും? തെറ്റ് ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ തേടുന്ന ഒരു ജനതയെ പകരം കൊണ്ടുവന്ന് നിങ്ങൾക്ക് പകരം വെക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റ് ചെയ്യണമെന്നല്ല, തെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ സ്വർഗത്തിന്റെ വാതിലുകൾ അല്ലാഹു കൊട്ടിയടക്കുന്നില്ല എന്നുള്ള സത്യമാണ് അല്ലാഹു ബോധ്യപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. ഇത് തൗബയുടെ കാര്യമാണ്. ഇനി ഇസ്തിഗ്ഫാറിന്റെ കാര്യം. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് മഗ്ഫിറത്ത് തേടുക. അല്ലാഹുവേ, എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ പൊറുക്കണേ പൊറുക്കണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നഹു ലയുഗാന്നു അലാ ഖൽബി, ഇന്നഹു ലയുഗാന്നു അലാ ഖൽബി. ചിലപ്പോൾ എനിക്കും അശ്രദ്ധയും അലസതയും ഉദാസീനതയും എല്ലാം ഉണ്ടാവാറുണ്ട്. എല്ലായ്പ്പോഴും മനുഷ്യന് ഒരു രൂപത്തിലാവില്ലല്ലോ. ചില സമയത്തൊക്കെ മനുഷ്യന് അശ്രദ്ധ വരും, ഉറക്കം വരും, ഉദാസീനത വരും, പിന്നെ യാവാം എന്നുള്ള മനസ്സ് വരും. അപ്പോഴൊക്കെ ഞാൻ അല്ലാഹുവിനെ ഓർക്കും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഒരു ദിവസത്തിൽ 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പറയണ്ടേ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം നമ്മൾ പറയേണ്ട വാക്കാണ്. ഇസ്തിഗ്ഫാർ, അല്ലാഹുവിനോട് പാപമോചനം തേടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പ്രയോജനമുള്ള കാര്യമാണ്. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചുമട്ടുതൊഴിലാളിയെ ബസറയിൽ വെച്ച് വീട്ടിലേക്ക് ഒരു ചരക്ക് സാധനം കൊണ്ടുപോകാൻ വിളിച്ചു. ഈ മനുഷ്യൻ തലയിൽ ചരക്കേറ്റി കഴിഞ്ഞിട്ട് ഉടനെ പറയുന്ന വാക്ക് അൽഹംദുലില്ലാ അസ്തഗ്ഫിറുല്ലാ, അൽഹംദുലില്ലാ അസ്തഗ്ഫിറുല്ലാ, അൽഹംദുലില്ലാ അസ്തഗ്ഫിറുല്ലാ. ഇങ്ങനെ വഴിയിലുള്ള നീളം പറഞ്ഞു പോവുകയാണ്. അല്ലാഹു സ്തുതി, അൽഹംദുലില്ലാ അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നു. ഹസനുൽ ബസരി ചോദിക്കുകയാണ്, അതെന്താ സഹോദര അങ്ങനെ നീ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് അനബൈന അംറൈൻ, അനബൈന അംറൈൻ, ഞാൻ 2 കാര്യത്തിന് നടുവിലാണ്. നിഅമത്തുല്ലാഹി വ തഖ്സീരിഹി, അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു, അൽഹംദുലില്ലാ എന്ന് ഞാൻ പറയും. വ തഖ്സീരിഹി, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതിൽ വീഴ്ച വന്നു, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയും. അതല്ലേ മനുഷ്യൻ? ഇത് രണ്ടും അല്ലാത്ത വല്ല കാര്യവും മനുഷ്യർക്കുണ്ടോ? ഒന്നുകിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയേണ്ടി വരും. ഇത് കേട്ടപ്പോൾ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹമ്മാലുൻ അഫ്ഖഹു മിൻക യാ ഹസൻ, ഹസനെ, ഒരു ചുമട്ടുതൊഴിലാളിക്ക് നിന്നെക്കാൾ വിവരമുണ്ട്. ഒരു ചുമട്ടുതൊഴിലാളിക്ക് നിന്നെക്കാൾ വിവരമുണ്ട്. സാരമല്ല വിഷയം. അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്ന ഈ വാക്കുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഒരിക്കൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ വന്ന് പറഞ്ഞു, അല്ലയോ ഹസൻ, മഴ പെയ്യുന്നില്ല, ക്ഷാമമാണ്. അദ്ദേഹം പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചെയ്യൂ. ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് മക്കളില്ല. അദ്ദേഹം പറഞ്ഞു, ഇസ്തിഗ്ഫാർ നടത്തൂ. ഒരാൾ പറഞ്ഞു, പട്ടിണിയാണ് വീട്ടിൽ. ഹസൻ അൽ ബസരി പറഞ്ഞു, ഇസ്തിഗ്ഫാർ നടത്തൂ, അതിന് പ്രതിവിധി അതാണ്. എന്താ കാരണം? നൂഹ് നബി അലൈഹിസ്സലാം ഇസ്ലാമിക പ്രബോധനം നടത്തിയ കാര്യം സൂറത്ത് നൂഹിൽ വളരെ വിശദമായ രൂപത്തിൽ അല്ലാഹു പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ നൂഹ് നബി പറയുന്ന ഒരു വാക്ക് എന്താണെന്ന് അറിയാമോ? ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വഅൻഹാറാ. പടച്ചവനെ, ഞാൻ അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കണം. ഇന്നഹു കാന ഗഫാറ, പാപങ്ങളെല്ലാം കൂടെ കൂടെ പൊറുക്കുന്നവനാകുന്നു അവൻ. പൊറുക്കുന്നവൻ, കൂടെ കൂടെ പൊറുക്കുന്നവൻ. ഗഫാർ, ഗാഫിർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ എന്നർത്ഥം. ഗഫാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുടരെ തുടരെ പൊറുക്കുന്നവൻ എന്നർത്ഥം. നിങ്ങൾ അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആകാശം ധാരധാരയായി മഴ വർഷിപ്പിച്ചുകൊണ്ടിരിക്കും, വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാവില്ല. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സ്വത്തുക്കളും മക്കളും അല്ലാഹു നൽകും ഇസ്തിഗ്ഫാർ നിങ്ങൾ നടത്തിയാൽ. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് തോട്ടങ്ങളും എസ്റ്റേറ്റുകളും നദികളും ജലാശയങ്ങളും അരുവികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിൽ പ്രദാനം ചെയ്യും. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന ഈ കാര്യം കൂടെ കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലദീന യഖൂലൂന റബ്ബനാ ആതിനാ ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. അല്ലാഹുവിന് പ്രിയപ്പെട്ട ആളുകളെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അവസാനം പറയുന്നു, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പാതിരാ നേരങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. സുബ്ഹ് നമസ്കാരത്തിന് മുമ്പ് തഹജ്ജുദിന് വേണ്ടി ഉണരുമ്പോൾ പാതിരാ നേരങ്ങളിൽ ഖിയാമുൽ ലൈലിന്റെ സന്ദർഭങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. നിസ്സാര കാര്യമാണ്, പക്ഷേ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കും. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പാതിരാ നേരങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇതൊക്കെ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലെ പരാമർശങ്ങളാകുന്നു. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. സത്യവിശ്വാസികളായ ആളുകൾ ആരാണ്? ഒരു തെറ്റോ കുറ്റമോ ചെയ്തു പോയാൽ ഉടനെ അല്ലാഹുവിനെ ഓർക്കും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, ചെയ്തു പോയ തെറ്റിന് അല്ലാഹുവിനോട് പാപം പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കും, ഇസ്തിഗ്ഫാർ നടത്തും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റാരാണ് പാപം പൊറുക്കാനുള്ളത്? വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, മനപൂർവം തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല. ഉലൈക ജസാഉഹും മഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? മഗ്ഫിറത്ത് ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ ഗഫൂറുൻ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവൻ കരുണാനിധി എന്ന വാക്ക് 52 സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഗഫൂറുർ റഹീം നമ്മളെ പറ്റിയാ പറഞ്ഞു. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ ഗഫൂറുൻ റഹീം, പാപങ്ങളൊക്കെ പൊറുക്കൂ, നിങ്ങൾക്ക് മഗ്ഫിറത്തിന് ശേഷമേ റഹ്മത്ത് ഉണ്ടാകൂ എന്നാ പറഞ്ഞത്. മഗ്ഫിറത്തിന് ശേഷമേ നിങ്ങൾക്ക് റഹ്മത്ത് ഉണ്ടാവുകയുള്ളൂ. ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് റഹീമുൻ ഗഫൂർ എന്ന് പറഞ്ഞത്, സൂറത്തു സബയിൽ. എന്താ കാരണം? അവിടെ അള്ളാഹു തന്നെ പറ്റിയാ പറയുന്നത്.
ആകാശങ്ങൾ സൃഷ്ടിച്ചവൻ, ചരാചരങ്ങൾ സൃഷ്ടിച്ചവൻ, ലോകത്തിന്റെ നിയന്താവ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് എന്നെല്ലാം പറഞ്ഞ് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു റഹീമുൻ ഗഫൂർ, അവൻ കരുണാവാരിധിയാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. നമ്മളെപ്പറ്റി പറഞ്ഞ 52 സ്ഥലങ്ങളിൽ ക്രമം തെറ്റാതെ കൊണ്ട് അള്ളാഹു പറയുന്നു ഗഫൂറുർ റഹീം, അവൻ പാപങ്ങളെല്ലാം പൊറുക്കും, അവൻ കരുണാവാരിധിയാണ് എന്ന്. നമുക്ക് ഐശ്വര്യമുണ്ടാവാൻ ഇസ്തിഗ്ഫാർ വേണം, പട്ടിണി മാറാൻ ഇസ്തിഗ്ഫാർ വേണം, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇസ്തിഗ്ഫാർ വേണം. പ്രവാചകന്മാർ ആ രൂപത്തിൽ പ്രാർത്ഥിച്ചവരാണ്. അള്ളാഹുവിന്റെ എല്ലാ പ്രവാചകന്മാരും ഇസ്തിഗ്ഫാർ നടത്തിയവരാണ്. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും പുറത്തു പോരേണ്ടി വന്നപ്പോൾ നടത്തിയ പ്രാർത്ഥന എന്താ? റബ്ബനാ ഇന്നനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനെ, ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി. അരുതാത്ത പഴം ഭക്ഷിച്ചു, വിലക്കപ്പെട്ട കരി ഞങ്ങൾ ഭുജിച്ചു. ഞങ്ങൾക്ക് നീ കരുണ കാണിച്ചെങ്കിൽ, ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടവരുടെ ഗണത്തിൽ പെട്ടുപോകും. നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. പടച്ചവനെ, എനിക്കും എന്റെ മാതാപിതാക്കന്മാർക്കും നീ പുറത്തു തരണമേ, സത്യവിശ്വാസികളായിക്കൊണ്ട് എന്റെ വീട്ടിൽ പ്രവേശിച്ചവർക്കും നീ പുറത്തു തരണമേ. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർലി ഫഗ്ഫറ ലഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തു പോയ വ്യക്തിയാണ് പടച്ചവനെ മൂസാ നബി അലൈഹിസ്സലാം. ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, വസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. സാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, വ അൻശഅകും മിനൽ അർളി, അവനാണ് ഭൂമിയിൽ നിങ്ങളെ ഉണ്ടാക്കിയവൻ. വസ്തഅമറകും ഫീഹാ, ഈ ഭൂമിയിൽ അവൻ നിങ്ങളെ അധിവസിപ്പിച്ചിരിക്കുന്നു. ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബു ഇലൈഹി, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം, എന്നിട്ട് അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണം. നമ്മൾ ചെയ്യേണ്ട കാര്യം പരിശുദ്ധ റമളാനിലെ ഈ അവസാന ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. വീഴ്ച വരാൻ പാടില്ല. ദിക്റിന്റെയും ദുആഇന്റെയും സന്ദർഭമാണ്. പകലുകളും പാതിരാവുകളും ഖുർആൻ പാരായണം കൊണ്ട് നിറയേണ്ട ദിവസമാണ്. പ്രാർത്ഥനകൾ കൊണ്ട് നിർഭരമായിരിക്കണം നമ്മുടെ പകലുകളും പാതിരാവുകളും. എന്തൊക്കെയാ പ്രാർത്ഥനയുടെ മര്യാദകൾ? വളരെ ചെറിയ കാര്യമാണ്, പക്ഷേ അത് ഏറ്റവും വലിയ വിഷയമാണ്. നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പക്ഷേ ഒന്നുകൂടി പുതിയ തലമുറയ്ക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. ബിസ്മി കൊണ്ട് ആരംഭിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. അള്ളാഹുവിനെ പ്രകീർത്തിക്കണം. അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ അറിയുന്ന നാമങ്ങൾ വിളിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കണം. ലം അകും ബിദുആഇക റബ്ബി ശഖിയ, പടച്ചവനെ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരിക്കലും നിർഭാഗ്യമുണ്ടായിട്ടില്ല, എന്റെ പ്രാർത്ഥനകൾ നീ എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് എന്ന നന്ദിയുടെ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അള്ളാഹിനെ പ്രകീർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പേരിൽ സലാത്ത് ചൊല്ലണം ആദ്യമായിട്ട്. പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പറയാം അള്ളാഹുവിനോട്, നമ്മുടെ ഭാഷയിൽ പറയാം. അറബിയിൽ അറിയാവുന്നവർ അങ്ങനെ പറയാം, അറിയാത്തവർ നമ്മുടെ ഭാഷയിൽ പറയാം. നമ്മുടെ ഭാഷ എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് ചോദിക്കും. സലുല്ലാഹ ഹത്തൽ മിൽഹ, ഉപ്പ് പോലും നിങ്ങൾക്ക് അള്ളാഹിനോട് ചോദിക്കാമെന്നാ പറയുന്നത്. കാലിലെ ചെരുപ്പിന്റെ വാററ്റാൽ പോലും നിങ്ങൾക്ക് അള്ളാഹിനോട് പറയാമെന്ന് നമുക്ക് തോന്നും. അള്ളാഹിനോട് എന്താ പറയാം? അള്ളാഹിനോട് എല്ലാം പറയാം. നമ്മുടെ മനസ്സ് തുറക്കാം അള്ളാഹുവിനോട്. പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയം തന്നെ ഒരു ഖുത്ബയുടെ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പ്രാർത്ഥനയുടെ മര്യാദകൾ അതബ് പാലിച്ചുകൊണ്ട് പ്രാർത്ഥനകളിൽ മുഴുകുക. ഈ അവസാനത്തപ്പത്ത് പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ചിന്ത എന്താണ്? ഈ റമളാൻ അല്ലാഹു എനിക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ സമ്മാനമാണ്, ഭാഗ്യമാണ്. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയുമില്ല. ഓരോ നമസ്കാരത്തിന്റെ വേളയിലും റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട്, സല്ലു സലാത്ത് മുവദ്ദിഇൻ യർഹമുനി യർഹമുല്ലാഹ്. എന്താ അർത്ഥം? ഗൾഫ് നാട്ടിലൊക്കെ ജീവിച്ച ആൾക്കാർക്കറിയാം. ഇമാം പറയും സല്ലു സലാത്ത് മുവദ്ദിഇൻ, അവസാനത്തെ നിസ്കാരമാണ് എന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടത്.
ളുഹർ നമസ്കരിക്കുന്ന ആൾ കരുതരുത് അസറിലേക്ക് ഞാൻ ജീവിച്ചിരിക്കും എന്ന്. ഇശാ നമസ്കരിക്കുന്ന ആൾ കരുതാൻ പാടില്ല സുബ്ഹ് നമസ്കാരം നിർവഹിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പിക്കാൻ പാടില്ല. സല്ലു സലാത്ത് മുവദ്ദിഅ, വിടവാങ്ങുന്നവന്റെ നമസ്കാരമായിരിക്കണം നിങ്ങൾ നിസ്കരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ പരിശുദ്ധ റമളാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അവസാനത്തെ 10 അള്ളാഹു നൽകിയ വരദാനമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിലെ പകലുകളും പാതിരാവുകളും ഓരോ നിമിഷവും വളരെ കൃത്യമായ രൂപത്തിൽ നാം ബോധത്തോടു കൂടി ഉൾക്കൊള്ളണം, ഉപയോഗപ്പെടുത്തണം. ഖുർആൻ പാരായണം, ദിക്ർ, പ്രാർത്ഥനകൾ, ദുആ, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, ഐഹികവും പാരത്രികവുമായ നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനകളാൽ നിരതമായിരിക്കണം ഈ ദിവസങ്ങൾ. എന്തൊക്കെ പറയാണ്ട് നമുക്ക്? മാനസികമായ പിരിമുറുക്കങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, മാറാവ്യാധികൾ, തീരാ ദുരിതങ്ങൾ, ഒരുപാട് സുഖക്കേടുകൾ, മക്കളെപ്പറ്റി, ഭാര്യയെപ്പറ്റി, ഭർത്താവിനെ പറ്റി, മാതാപിതാക്കന്മാരെ പറ്റി, ബന്ധുജനങ്ങളെ പറ്റി, അറിഞ്ഞും അറിയാതെയുമുള്ള ചെയ്തു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങളെ പറ്റി അള്ളാഹിനോട് പറയാനില്ലേ? ഇതൊക്കെ ഈ റമളാൻ മാസത്തിൽ നമുക്ക് നടക്കേണ്ടതുണ്ട്. ഈ റമളാനിലാണ് ഇത് കാര്യമായി നടക്കേണ്ടത്, മറക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏത് രൂപത്തിലായിരുന്നു പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇദാ ദഖലൽ അശ്റൽ അവാഖിർ, അവസാനത്തെ 10 നബി തിരുമേനി പ്രവേശിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ചെയ്യും. എന്തൊക്കെയാ? അഹ്യാ ലൈലഹു, ശദ്ദ മിഅ്സറഹു, വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. ആരാധനയ്ക്ക് വേണ്ടി കച്ച കെട്ടി ഇറങ്ങും റസൂൽ. അന്ന് വേറൊന്നുമില്ല, ഇഅ്തികാഫ്, ഖുർആൻ പാരായണം, ദുആ, ദിക്ർ, ഐഹിക ലോകവുമായുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അല്ലാഹുവിനെങ്കിലേക്ക് മനസ്സോടും ശരീരത്തോടും കൂടി അങ്ങോട്ട് തിരിയാം. തറാവീഹ് പങ്കെടുക്കുക, ഖിയാമുൽ ലൈലിൽ പങ്കെടുക്കുക, ആൾക്കാർ ഓതുന്നത് കേൾക്കുക, നിസ്കാരത്തിൽ പങ്കെടുക്കുക, ജമാഅത്തിൽ പങ്കെടുക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവസാനത്തെ 10. എന്താണ് നബി തിരുമേനി ചെയ്തത്? ശദ്ദ മിഅ്സറഹു, കച്ചകെട്ടിയിറങ്ങും ഇബാദത്തിന് വേണ്ടി. രണ്ടാമത് അയ്ഖള അഹ്ലഹു, തന്റെ കുടുംബത്തെ ഉണർത്തും. ഉറങ്ങല്ലി മക്കളെ, ഭാര്യയോട് പറയും നീ ഉറങ്ങല്ല, നമുക്ക് നമസ്കരിക്കാം. മക്കളോട് പറയും, മക്കളെ ഖിയാമുൽ ലൈൽ പള്ളിയിലുണ്ട്, അങ്ങോട്ട് പോയിക്കൊള്ളൂ നമസ്കരിക്കാൻ വേണ്ടി. ഭാര്യയും ഭർത്താവും ഉപ്പയും ഉമ്മയും മക്കളും എല്ലാം തന്നെ ഈ രൂപത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാവില്ലേ, ബർക്കത്തുണ്ടാവില്ലേ? മക്കൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നാർക്കോട്ടിക്സിന്റെയും പിറകെ പോകുമോ? ഇല്ല. അങ്ങനെയുള്ള വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവലും കരുതലും ഉണ്ടാകും, സംശയിക്കേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം അയ്ഖള അഹ്ലഹു, കുടുംബത്തെ ഉണർത്തും. മൂന്നാമത്തെ കാര്യം അഹ്യാ ലൈലഹു, രാത്രി മുഴുവൻ ഉറക്കളച്ചുകൊണ്ട് അതിനെ ജീവിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഉറങ്ങാതെ കഴിച്ചുകൂട്ടും. കാരണം എന്താണ്? ഈ ദിവസങ്ങളിലാകുന്നു ലൈലത്തുൽ ഖദർ സംഭവിക്കാൻ പോകുന്നത്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും മഹത്തായ രാത്രിയാണത്. പരിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ രാത്രിയാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മാസമാകുന്നു, ദിവസമാകുന്നു ആ ദിവസം ലൈലത്തുൽ ഖദർ. നേരം വെളുക്കുന്നത് വരെ മലക്കുകൾ തിങ്ങി വിങ്ങുന്ന രാത്രിയാണ്. നിൽക്കാനും ഇരിക്കാനും ഇടയില്ലാത്ത രൂപത്തിൽ കോടിക്കണക്കായ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഭൂലോകത്തേക്ക് ഇറങ്ങി വന്ന് സലാം സലാം, നിങ്ങൾക്ക് അഭിവാദ്യം അഭിവാദ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ആ രാത്രി നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിനുവേണ്ടിയാണ് എഴുത്തിക്കാവ് സുന്നത്താണ്. പള്ളിയിൽ കഴിച്ചുകൂട്ടുക, സമയം കഴിയാവുന്നിടത്തോളം. ഒരുപക്ഷെ കച്ചവടക്കാർ, ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞൊന്നും വരില്ല, പക്ഷേ കുറഞ്ഞ സമയമെങ്കിലും അതിനുവേണ്ടി നിയ്യത്തെടുത്തുകൊണ്ട് പള്ളിയിൽ വരാമല്ലോ, ഇബാദത്തിൽ മുഴുകാമല്ലോ. 1-2 മണിക്കൂറെങ്കിലും ദിവസത്തിൽ ഇതിനുവേണ്ടി ചെലവഴിക്കാമല്ലോ പള്ളിയിൽ. അതാണ് എഴുത്തിക്കാവ്. ഇനി 10 ദിവസം തുടർച്ചയായിട്ട് ഇവിടെ കഴിച്ചുകൂട്ടി പെരുന്നാളിന്റെ തലേന്ന് വീട്ടിലേക്ക് പോകുന്ന അവസ്ഥയുമാകാം. അതും എഴുത്തിക്കാഫാണ്. നബി തിരുമേനി അങ്ങനെയായിരുന്നു. അത് എഴുത്തിക്കാഫിന്റെ പൂർണ്ണമായ രൂപം.
പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആ കാര്യത്തിൽ വീഴ്ച വരുത്തണ്ട. ലൈലത്തുൽ ഖദർ അന്വേഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഒരു വയസ്സായ മനുഷ്യൻ വന്നു, ഒരു പടുവൃദ്ധൻ. അദ്ദേഹം വന്ന് റസൂലിനോട് പറഞ്ഞു, റസൂൽ എനിക്ക് വയസ്സായി, ഒരുപാട് വയസ്സായി, ഒരുപാട് നിസ്കരിക്കാനെന്നുള്ള ആരോഗ്യമല്ല, അതിനാൽ ലൈലത്തുൽ ഖദർ ആവുമെന്ന് ഉറപ്പുള്ള ഒരു ദിവസം എനിക്ക് താങ്കൾക്ക് പറഞ്ഞു തരാമോ? റസൂൽ പറഞ്ഞു, 27-ാം രാവിന് പോയി നിസ്കരിച്ചോളൂ. 27-ാം രാവിനായിരിക്കാം ലൈലത്തുൽ ഖദർ എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരായ സഹാബിമാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് നബി തിരുമേനി നൽകിയ ചില സൂചനകളാണ്. പക്ഷെ അന്നായിരിക്കും എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല, അധികം തെളിവുകളൊന്നുമില്ല. ഖണ്ഡിതമായി പറയാൻ വയ്യ. ഇൽതമിസൂഹാ ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിൽ നിങ്ങൾ തേടിക്കൊള്ളൂ. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം കരസ്ഥമാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിലെ പകലുകളും പാതിരാവുകളും തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും ലൈലത്തുൽ ഖദ്റിന് വേണ്ടിയുള്ള അന്വേഷണത്തിലും ചെലവഴിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ.